ഇപ്പൊ ഭവന നിർമ്മാണം 4 ലക്ഷം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് വിഹിതം എത്രയാണ്? ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു 1600 കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് വിഹിതം എത്രയാണ്? 200 കൊടുക്കുന്ന 6 ലക്ഷം പേർക്ക് കേന്ദ്ര ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് 62 പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. 200 രൂപ കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ഇവിടുത്തെ അവർക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കുന്നു. 75,000 രൂപ എന്നാ പിന്നെ കൊടുത്താൽ പോരെ. ചുമ്മാ വെറുതെ അങ്ങനെയാണെങ്കിൽ കൊടുത്താൽ പോരെ. അല്ലല്ല ഇത് അല്ല അത് അങ്ങനെ പറയല്ലേ. അല്ല ഹൈക്കോടതി പോയി, ലോകത്തിലെ കോടതി മുഴുവൻ പോയി, ഇവിടുന്ന് കൊടുക്ക്. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി കൊടുക്കാൻ പറഞ്ഞു സഹോദര. ഇല്ലാത്ത കാര്യം പറയാതെ കഴക്കൂട്ടം ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ് ആരാ പണിത്? ആരാ? റിയാസാ? ഇക്കാണ് പണിത്? അല്ലല്ലോ, കേന്ദ്ര ഗവൺമെന്റാ പണിത്. ചുമ്മാ ഇരുട്ടടച്ചു ഓട്ടടയ്ക്കാതെ ഭാഷ അല്ല. ഇത് വെറുതെ കള്ളം പറഞ്ഞോണ്ട് പോയിട്ട് കാര്യമില്ല. അല്ലല്ല ഇത് കള്ളക്കാരും കുറെ നേരം കൊണ്ട് സൗകര്യം വളരെ ബുദ്ധിമുട്ടി ഓരോ കഥകൾ ഉണ്ടായിക്കൊണ്ടിരുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ നിൽക്കുന്ന പത്തനംതിട്ടനെ കുറിച്ച് തന്നെ ഞാൻ പറയാം. അല്ല നിങ്ങൾ പറഞ്ഞു 5000 കോടിയാണോ 50,000 കോടിയാണോ? 5000 ആണോ 50,000 ആണോ? ഒരു കണക്ക് പറയണം. മന്ത്രി ഒന്ന്, മുഖ്യമന്ത്രി ഒന്ന്, മരുമോൻ വേറെന്ന്, കൈരളി വേറെന്ന് പറയല്ലോ. ഒരു കണക്ക് പറ. സൗര കൈരളി ചാനലിന്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ തരാൻ പറ. നിങ്ങൾ പറ എത്രയാന്ന് പറ. അല്ല എത്ര രൂപ പറ. ഞാൻ തരാം കണക്ക്. അല്ല ഞങ്ങളിപ്പോ ഇത് പറഞ്ഞ് തർക്കിച്ച് ഞങ്ങൾ ഇത് വഴിമാറ്റി വിടാൻ നോക്കണ്ട കാര്യം. അതിന്റെ വീഡിയോ അയച്ചു തരാം. നമുക്ക് ഇവന്റിന്റെ വീഡിയോ എല്ലാം ഫുള്ളായിട്ടുണ്ട്. നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പലരും ലൗജികാദിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ വൈക്കത്ത് വരെ പോയാൽ മതി. വീടിന് അഡ്രസ് ഞാൻ തരാം. ഉണ്ടോ ഇല്ലോ എന്ന് പോയി ചോദിച്ചിട്ട് വൈകിട്ട് പോവാം. ഞങ്ങൾ ഇവിടെ ഓഫീസിൽ കാണും. അതാ നമ്മുടെ കണക്കുണ്ട്, നിങ്ങളുടെ കയ്യിലേ ഇല്ലാത്തത്. എന്താ അശോകന്റെ വീട് അദ്ദേഹം വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ. അതിന്റെ ഒരു ലൈൻ മാത്രമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് അനുഗ്രഹം ചോദിക്കും. ഇപ്പം അവിടെ പോകുന്ന അന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം എന്ന് കാണുന്നു അന്ന് ഞാൻ അനുഗ്രഹം വാങ്ങിക്കും. അച്ഛനും വേണം നമ്മളുടെ അനുഗ്രഹം മേടിക്കണം വേണ്ടോ? നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട്? എനിക്ക് സമയത്തിന്റെ പരിധിയുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി 3 മണിക്ക് എനിക്ക് മറ്റൊരിടത്ത് എത്താനുണ്ട്. 2 വിഷയങ്ങളാണ് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നത്. 2 വിഷയം എന്നുള്ളതല്ല, ഞങ്ങൾ ഈ പറയുന്ന മറ്റുള്ള വിഷയങ്ങൾ ഞങ്ങൾ ഓൾറെഡി എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു. ഈ വിഷയങ്ങളുടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ചർച്ച ചെയ്യപ്പെടാത്ത നിങ്ങൾ പറഞ്ഞ ഈ വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൽ അത് പ്രതിഫലിക്കും. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട. ഇത് അറിയാൻ വയ്യാത്ത നിങ്ങൾക്കേ ഉള്ളൂ. അത് നിങ്ങൾ ഇത് കഴിയും ടി വി ഇത് മാറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ സമ്മതിക്കുമ്പോൾ നിങ്ങളൊക്കെ സമ്മതിക്കുന്ന കാര്യമാണിത്. ഞാൻ പറഞ്ഞ കാര്യം കള്ളമല്ലാതുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മൾ ഈ ക്യാമറ മാറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ നമ്മളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യം പറയുന്നതുവാ.